എന്നടാ ചേട്ടേ സിനിമാറ്റിക് ചെയ്തിട്ടാ നീ കണ്ടോ? എന്നാ നമുക്ക് പോവാം. അല്ലെങ്കിൽ സമയം ഇങ്ങനെ വെറുതെ നമ്മൾ കളയാതെ. ഫ്ലൈറ്റ് മിസ്സാകത്തില്ല. അവനെ എണീപ്പില്ല അവിടെ നിന്ന്. സാഗർ എപ്പോഴാ ഫ്ലൈറ്റ്? എപ്പോഴാ സാഗർ? 12 പോവാ. എനിക്ക് വധഭീഷണിയൊക്കെ ഉണ്ടാ. എടാ ഒരു സെക്കൻഡ്, അമ്മായിക്ക് എന്തോ പറയാനുണ്ട്. സാഗറെ പേടിച്ച് ഇരിക്കടാ. ജസ്റ്റ് ഒന്നിരുന്നേ, അമ്മായി സംസാരിക്കും. അധികമായിട്ടൊന്നും പറയാനില്ല. കുറച്ച് ലേറ്റ് ആയി പോയി, ചില തിരക്കുകളുണ്ട്. നമ്മുടെ സാഗർ നമ്മളെ വിട പറയുകയാണ്. സാഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെക്കാളും സാഗറുമായി ബന്ധമുള്ളത് എനിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പറയട്ടെ ഈ സാഗർ നിങ്ങൾ അറിയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവൻ ആദ്യമായി കയറിയ ഗ്യാങ് ഏതാണെന്ന് സാഗറിനോട് തന്നെ ചോദിച്ചു നോക്കൂ. സാഗർ ഏതാണ് ഗ്യാങ്? അതാര് തുടങ്ങിയ ഗ്യാങ്ങായിരുന്നു? അതെ, അന്ന് ഒരു വേലയും കൂലിയും ഇല്ലാതെ തെരാപ്പര നടന്ന് ഇവനെ പിടിച്ച് ഗ്യാങ്ങിൽ കയറ്റി ഗൺ പവർ വെക്കട്ടെ എന്ന് പറഞ്ഞ് കൂട്ടിയതാണ്. പക്ഷെ ഇവൻ ഗൺ പവറിനേക്കാൾ ഉപരി വാത്താളത്തിലായിരുന്നു എല്ലാവരെയും. അതിനുശേഷം ഒടുവിൽ കറങ്ങത്തിരുന്ന് ഇവർ നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നു. സിറ്റിയിൽ എല്ലാ സമയം ഉണ്ടെങ്കിൽ പോലും സിറ്റിയിൽ എപ്പോഴും 24 മണിക്കൂർ എയറിലാണ് സാഗർ. 2 രീതിയിൽ, ഒന്ന് ഹെവിയിലായിരിക്കും, 2 എപ്പോഴും സിറ്റിയിൽ വരുമ്പോൾ തന്നെ തെറി വിളിച്ച് ബാം വാങ്ങി ഇങ്ങനെ എയറിൽ പോകാറുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരുടെയും പൊന്നോമനയും കണ്ടിലുണ്ണിയുമായ സാഗറിന് എന്റെ എല്ലാവിധ ബാഷ്പാഞ്ജലികളും ഞാൻ അർപ്പിക്കുന്നു. നന്ദി. നന്ദി. നമുക്ക് പോവാം. നീ എന്ത് പോകാനൊരുക്കുമായിരുന്നു? നീയും പോവാണോ ഫ്ലൈറ്റില്? ഇല്ല, അവസാനമായിട്ട് നമ്മൾ ആരോ പോണെന്നൊക്കെ പറഞ്ഞിട്ട്. ആര് പോണ്? ചിഞ്ചു ഈ സിറ്റിയിൽ പോകുന്നു. സാഗറെ ഇതിലേതാ സാഗർ? സാറിനെ കണ്ടുപിടി. നീ കണ്ടുപിടി. സാഗറെ പോവാണോ? അതല്ലടാ സാഗർ, ഓന്റെ റെഡ് ഹെൽമെറ്റ് പുറകെ. റെഡ് ഹെൽമെറ്റ് ആണോ? അതാ സാഗർ. ആ സാഗർ പോയിട്ട് ജെറ്റിനോട് പോയി സംസാരിക്കുന്നവരോടെ പോയി. നീ കയറുന്ന ഫ്ലൈറ്റിന്റെ മറ്റേ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറുന്നു. എൻസോ സാഗർ ഇത് എന്തേലും വന്നോ? എനിക്ക് ഞാനൊരു സാഗറെ കിട്ടിയോ? സാറേ പോയിട്ട് വേടാ. സാഗറെ പോയിട്ട് സാഗറെ ഇപ്പൊ കിട്ടിയോ? കിട്ടിട്ട് പോയിട്ട് വായിട്ട് ഇതെന്താ? ഹലോ, ഇവരെന്താ പറ്റിയതാ? സാഗറെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടാ. ഇതെങ്ങനെയാ ഇവൻ വീണേ? നീ നോക്ക്. ഇതാണോ അനൗൺസ്മെന്റ്? അതെ, അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പറ്റുമെങ്കിൽ എക്സിറ്റിലൊക്കെ ഇവിടുന്ന് മേടിച്ചോണ്ടങ്ങ് പോവാം. മൊയിലോ റൈറ്റ് ക്ലിക്ക് അടിച്ചു കൊടുത്താൽ അവന് പോകും. നിങ്ങള് വേറെ ഒരു ഇമോട്ട് ഇവിടെ ഇട്ട് ആലിംഗനം ചെയ്യുക. ഹലോ എന്നോട് തെല്ലില്ല. സൈറോട് പറഞ്ഞ സഹകരണം പോകുന്നു. ഇനിയും പോണ്ടെന്നൊക്കെ പറയും. നിങ്ങൾ എന്തൊരു ചെയ്യണേ? നമ്മളൊന്നുമില്ല. ഇവിടെ എന്തൊരു പ്രശ്നം? നാരം തമ്പിയോ? ആട്ടാ പറ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇപ്പൊ ഒരാളൂടെ വരും.
ഒരാളൂടെ കരച്ചില് പങ്കെടുക്കാൻ ഇപ്പൊ അവന്റെ അനി നീ അല്ലേ പറഞ്ഞത് നീ ഇല്ലാത്തൊരു വാറില്ലാന്ന് KVക്ക്. അപ്പൊ ഇനി വാറടിക്കാൻ വരും, വാറടിക്കാൻ അവിടുന്ന് പ്ലെയിൻ കയറി വരും. ആ കഴിഞ്ഞ കാര്യമാണ് നീ പറഞ്ഞ. ഞാൻ വിചാരിച്ചു ഇനി വാറില്ലാന്ന്. മാലിക്ക് ചത്തറാ. അവന്റെ ആ സ്നേഹം കണ്ടോ, അടിച്ച് കിണ്ടിയായി വെള്ളമൊക്കെ അടിച്ച് കണ്ട തോട്ടിലെങ്ങാണ്ട് കിടക്കുവായിരുന്നു ചെറുക്കൻ. ഏതോ തോട്ടി തന്നിട്ട് വന്നു നോക്ക് വിഷമം കൊണ്ട്. അതെ തോട്ടീന്ന് എഴുന്നേറ്റ് വന്നാണ് സാഗിട്ട് നടന്നു മാലിക്ക് അവനൊന്നും പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അവന്റെ തലക്കെട്ടറ കൊടുത്തിട്ട് ചോര്. നിങ്ങളിങ്ങനെ സെൻഡ് ചെയ്യേക്കുന്നത് സത്യം പറഞ്ഞ മൈരം പോയത് എനിക്ക് സന്തോഷം. അതാവുമ്പോ വള്ളി അമ്മായി ഒരുമാതിരി മൂഞ്ചി വർത്താനം പറയണം. അല്ല പറഞ്ഞ നല്ലവരാന്ന് പറഞ്ഞ എന്റെ അനിയനടാ സയറ് പോലും ഇല്ലെന്നാ സയറ് പറഞ്ഞ. ഒന്ന് പൊട്ടി കരഞ്ഞൂടാ മാലിക്ക് അതിനൊക്കെ. കരയാ ജോണിയാ ഉള്ളിലെ എക്സ്പ്രസ് ചെയ്യാത്തോണ്ടാ ചിരിച്ചോണ്ടാ സംസാരിക്കുന്ന കുരുത്തം കണ്ടത്. ഞാൻ അങ്ങനെ ചെയ്യൂ ഏട്ടാ? ഏട്ടൻ പോണ ഏട്ടാ, ഒന്നുകൂടി ചിന്തിച്ചിട്ട് ഫ്ലൈറ്റ് വരാറായി. ആ കിടക്കുന്ന ഫ്ലൈറ്റ് ണോ പോകുന്നേ? ഹാപ്പി ജേണി. അത് ചെലവഴിക്കലിന്റെ ഭാഗമായിട്ടേ പാഴ്സൽ ചെയ്തങ്ങ് വിടുവാടാ. വിളിക്കണം, നമ്മളോട് തന്നെ കാണും. എടാ ഇന്ന് എല്ലാരും വേണം സാഗറിനെ പറഞ്ഞു. ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്തു. ബുദ്ധിയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. പോകുന്നില്ലല്ലോ ജോണിയമ്മ. ഞാൻ പറഞ്ഞില്ല ഇവന് പോകാനൊരു മടിയായി. അവൻ മനസ്സ് മാറ്റി കേട്ടോ മിക്കവാറും. പെട്ടെന്ന് പറഞ്ഞു വിട്ടാലോ? സാഗറെ ഇതൊന്നും കണ്ട് മനസ്സ് മാറില്ല. നീங்க വന്നേ പോവാം. നീ പോയിട്ട് വേണം ട്രാൻസ്ഫർ. വണ്ടിയുടെ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ആയെന്ന് വാങ്ങിക്കോട്ടെ. പുള്ളി പാവടോ വെയിറ്റ്. ചുമ്മാ ചുമ്മാ ലെഗസി എന്താ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിച്ചാടി തുള്ളിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ യൂട്യൂബ്. ഭയങ്കര ആക്റ്റീവ്. അല്ലെങ്കിൽ AFK ആയിട്ട് മൂലയ്ക്ക് നിൽക്കുന്നവരാ. എന്ന് കണ്ട് എല്ലാത്തിനും അവിടെ തല്ലൊക്കെ എടുത്തിട്ട് അലക്കുന്നിട്ട് കഴിഞ്ഞ വലിയ വീണ്ടും തിരിച്ചു പോയാ. ഓ ജോണിയാമ്മ ഹായ്. എന്താ എന്താ നീ അവന്റെ എന്താ പറഞ്ഞേ? ഞാൻ ചുമ്മാ നീയും പോന്നോടാ ചേട്ടന്റെ കൂടെ. ആഗ്രഹമുണ്ട് ജോണിയാമ്മ, പക്ഷെ ആഗ്രഹം വേണ്ട, മാറ്റി വെച്ചേക്കും. മേടിക്കല്ലേ ബോംബ് ചെല്ല് 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 ചെല്ല്. സാഗറെ കേറിക്കോ. ഡോർ തുറന്നിട്ടില്ല ഫ്ലൈറ്റിന്റെ. ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഫ്ലൈറ്റ് ഞാൻ ഫ്ലൈറ്റ് വിളിച്ച് വരാം. എന്തോ കേറി പോവല്ലേ? കോട്ടറ തിരിച്ചോടാ. അഡിയോസ് എയർലൈൻസ്. അതിനകത്ത് മൊത്തം അടിയാ. പറ്റിയതാ. നമ്മളെന്നാ പോട്ടെ. ഓസമുണ്ട് സാഗറെ എന്നാ എന്നാ ശരി എന്നാ. അപ്പൊ ശരി എന്നാ. മിസ് യു. ഹാപ്പി ജേണി. വണ്ടിയുടെ പേപ്പർ ഇട്ടാക്കാടാ. ഫ്ലൈറ്റ് കേരളേ ഫ്ലൈറ്റ് ഇപ്പൊ വരും. ഇതല്ല ഇത് പാഴ്സൽ വണ്ടിയാ. ഇതല്ല ഇറങ്ങ താഴോട്ടിറങ്ങ. ഇറ്റ് ഫ്ലൈറ്റ് മാറിപ്പോ ഇപ്പൊ കയറ്റി പാഴ്സൽ അയച്ചു വിട്ടേനെ. ഇറ്റിങ്ങി വന്നേ. ഫ്ലൈറ്റ് ഇപ്പൊ വരും. എവിടെ വരുമോ? വരും. വന്നില്ലെങ്കിൽ ഇവര് ഇവിടെ കേട്ടെ. വന്നില്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പറഞ്ഞു പാഴ്സൽ അയക്കാൻ നോക്കുന്നു. പാഴ്സൽ വണ്ടി കയറി പോകാൻ നോക്കുന്നോ? അല്ല ജോണിയമ്മ ഫ്ലൈറ്റ് വരുമോ? എനിക്കിപ്പോ ഒരു മെയിൽ വന്നു.
ഫ്ലൈറ്റ് അവന്റെ ഫ്ലൈറ്റ് വരുന്നതേ ഉള്ളൂ, ഡിലേ ആയിരുന്നു, മാറിപ്പോയത്. ഓക്കെ ഓക്കെ. എടാ ഭൂമേ, നീ ഉറങ്ങിയോ? ഇവിടെ ഉണ്ടോ ആ ചെറുക്കൻ? ദേ വേറൊരുത്തന്തേ 173 മന്തിക്ക് വേണ്ടി. അതാ അവര് തമ്മിൽ തല്ലാണല്ലോ. ഇത് പിന്നെയും റോസ് എന്നോ? റോസിനോട് ഫ്ലൈറ്റ് വരുന്നുണ്ട് ഏറ്റു. ശബ്ദം കേട്ടോ? മോനെ നിന്റെ ഫ്ലൈറ്റ് വരുന്നുണ്ടോ സാഗർ? അങ്ങോട്ട് കേറി നിൽക്കുക, അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകും. ബാക്കിയുള്ളവന്മാർ അതിന്റെ അടിയിൽ പോയി പെടരുത്, ഇച്ചിരി മാറിയിരിക്കും, സാഗർ പൊക്കോളും. പിന്നെ നിന്നെ ഈ പാഴ്സൽ വണ്ടി അയക്കുമെന്ന് തോന്നുന്നുണ്ടോടാ? നിനക്ക് വേണ്ടി പ്രൈവറ്റ് ജെറ്റിൽ അയക്കൂടാ നിന്നെ, ഇനി തിരിച്ചു വരല്ലെന്ന് ഉറപ്പുള്ളോണ്ടേ. കേറ്റി വിട്ടോ. സാഗർ കയറിപ്പോട്ടെ, ബാക്കിയുള്ളവരെല്ലാം മാറിയുണ്ടോ? സൈറോ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ എന്നാ ശരി എന്നാ. നല്ലൊരു ചെറുക്കനായിരുന്നു. ബാക്കിയുള്ളവരൊന്ന് മാറിക്കോ, പ്ലെയിൻ എടുത്തോണ്ട് പോട്ടെ. എന്തോ ഒരു വരെ കിറ്റു കാര്യം എന്തൊക്കെ പറഞ്ഞാലും അമ്മായി ഇപ്പൊ ചാവൂല. എടാ മാലിക്ക് നീ എന്തിനാ വിഷമിക്കുന്നേ? ആവല്ലേ ജോണിയമ്മ രക്ഷപ്പെട്ടു. ആ മാലിക്ക് അവിടെ കരയുന്നു. അവന് ഫ്ലൈറ്റ് ഓട്ടിക്കാറുണ്ടാവുന്നൊരു ഡൗട്ട്. ആ ഇല്ലല്ലോ, തിരിക്കാൻ പോയതാടാ. പൊക്കോളൂ. എന്തിനാടാ കരയുന്നേ? അമ്മായി എടാ മലിക്ക്, ചേട്ടൻ പോയിട്ട് വിളിക്കൂലോടാ. ഗുണ്ടകളല്ല, തിരിച്ചല്ലേ? ഇവനെ കയറി പിടിച്ചപ്പോ അവൻ തെളിഞ്ഞു ഹോൾമാർക്കും കണ്ടു. നീ ഫ്ലൈറ്റ് പോയി. ഇതോ ആകാശത്തോട് നോക്കൂ, ടാറ്റ പറഞ്ഞോ. ഇനി അവ ഒരു അപ്രോഡുകാരനല്ലേ? സത്യം വിദേശി. വിദേശമധ്യമായി വരും ഇനി കുറച്ചാള് കഴിയുമ്പോ. നശിക്കായിരുന്നോ? അതെ ചീത്ത കൂട്ടുകെട്ട്. അവനും പ്രവാസിയായി. നമ്മളെന്താടാ ആലോചിച്ചേ? അച്ചുവേ നമുക്കും വേണ്ടടാ. നമുക്കും വേണ്ടടാ അങ്ങനെ ഒരുത്തൻ ചെവരണ്ടം. എന്തൊരു സൗണ്ട്? ഫ്ലൈറ്റ് എടുത്തില്ലേ? ഫ്ലൈറ്റ് പോയില്ലോ, എക്കോ അടിക്കുന്നതായിരിക്കും. പോവാം, നമുക്കെന്നാ പോവാം. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പോവാം. നമുക്ക് ഇവിടുന്ന് പോവാം. ഇല്ല വന്നോളും മോളെ പോവാം. എനിക്ക് എസ്കോർട്ട് വേണം. പോവാം, മുതുക്ക് വരെ പോയിട്ട് വരാം. മൊട്ടേനെ പറഞ്ഞു വിടായിരുന്നിട്ടാ സാഗറിന്റെ ഒപ്പം. മൊട്ടയെ ഇപ്പൊ സിറ്റിസൺ തപ്പി കിടക്കുവല്ലേ? അതെ ഞാനും പോട്ടെ. എനിക്ക് വധഭീഷണിയൊക്കെ ഉണ്ട്. പിന്തുട മുട്ടേ, നിന്നെ ആര് തൊടാനാ മുട്ടേ? വധഭീഷണി മാമ, എന്നെ ഇവിടെ വന്ന് ആരൊക്കെ വെട്ടും. ഒന്ന് വരാൻ പറ, മുതുക്കുവരാണ് പോയിച്ചു വരാൻ വേണമെങ്കിൽ.